ജെയിംസ് കൊമ്പടി ഞാമാക്കാൽ എങ്ങനെയായിരുന്നു എന്ന് പറയാനായിട്ട് ഒരു സുഹൃത്ത് വരുന്നുണ്ട്. എന്റെ ദൈവം വരട്ടെ, ശത്രുവാണോ? വരട്ടെ. ഗസ് ചെയ്യാൻ പറ്റുമോ ആരാന്ന്? ഹായ് ജെയിംസ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? വിൽസൺ. ജെയിംസ് ഞാൻ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചതാണ്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത്. അതും സോഷ്യൽ മീഡിയ വഴിയാണ്. ജെയിംസിനെ കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളാണ് എനിക്കുള്ളത്. കൊച്ചിലെ തന്നെ കല, സാഹിത്യം, കവിത ഇതിലൊക്കെ ഒരുപാട് പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജെയിംസ്. നല്ലവണ്ണം പ്രസംഗിക്കുമായിരുന്നു മലയാളത്തിൽ. അന്നൊക്കെ ഞാൻ ധരിച്ചിരുന്നത് ജെയിംസ് ഒരു കോളേജ് പ്രൊഫസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും എന്നായിരുന്നു. പിന്നീട് ഞങ്ങൾ അലുമിനി കൂടുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അലുമിനി കൂടാറുണ്ട്. ആ അലുമിനി കൂടുന്ന സമയത്താണ് മനസ്സിലായത്, ആദ്യമായിട്ട് ഒരു 6-7 വർഷം മുമ്പാണ് ഞങ്ങളുടെ ആദ്യം അലുമിനി കൂടിയത്. അന്നാണ് മനസ്സിലായത് ജെയിംസ് പ്രൊഫസറായില്ല, ഒരു പത്രപ്രവർത്തകനായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എനിവേ ജെയിംസിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. നല്ലൊരു കുട്ടിയായിരുന്നു. ജീവിതത്തിന് നല്ല സക്സസ് പുള്ളി നേടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇന്നും ഞങ്ങളുടെ അലുമിനി കൂടുമ്പോൾ ജെയിംസ് ഇല്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതൊരു എൻ്റർടൈനർ, ഒന്ന് എല്ലാവരും സന്തോഷിപ്പിക്കും, ലോക കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കും. പല പല കാര്യങ്ങളും ജെയിംസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സഹപാഠിയാണ് ജെയിംസ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് അഹങ്കാരം തന്നെയുണ്ടെന്ന് കൂട്ടിക്കും. ജെയിംസ്, ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ എൻഡ് ഓവർ. ജെയിംസ്, അപ്പോൾ ഈ സുഹൃത്ത് ആരാണ്? വിശദാംശങ്ങൾ. ഇത് എൻ്റെ കൂടെ പഠിച്ച വിൽസൺ അലിയത്താണ്. വിൽസൺ വളരെ നല്ല മിടുക്കനായിട്ടുള്ള അലിയത്ത്. അതേ ഒരു നൈരാശ്യം രേഖപ്പെടുത്തിയല്ലോ. വലിയ നിലയിൽ പ്രൊഫസർ ആവുന്നൊക്കെ വിചാരിച്ചു. അതിനെ വാർത്തയിൽ ഇരിക്കുന്നതാണ് എന്തായാലും ചോദിച്ചോണ്ട് പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു തലമുറ രക്ഷപ്പെട്ടു, പ്രൊഫസർ ആയില്ലല്ലോ. അതെ, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജില് എനിക്ക് ലെക്ചർഷിപ്പ് കിട്ടിയതാണ്. അത് വേണ്ടത് വെച്ചിട്ടാണ് ഞാൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജില് ഞാൻ MSc അവിടെയാണ് പഠിച്ചത്. MSc അല്ല 7 വർഷം. 3 റാങ്ക് അവിടെ നിന്നാണ് കിട്ടിയത്. ഏതാ? 3 റാങ്ക് കേട്ട് പഠിക്കുക. അപ്പൊ എന്തായാലും ഞാൻ ജേർണലിസം തീരുമാനിച്ചു വന്നതാ. പി ജെയിംസിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ. ഞാൻ ഗോപികൃഷ്ണന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. വിശേഷം ഒത്തിരി ഉണ്ട് ഗോപിക്കാവും. അതായത് ഈ പി ജെയിംസ് സൗഹൃദങ്ങളൊക്കെ, അപ്പൊ 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ആളാണെന്നാ പറഞ്ഞത് അളിയത്ത്. അപ്പോൾ ഈ സൗഹൃദങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് നോക്കുന്ന ആളാണോ? നന്നായിട്ട് സൗഹൃദങ്ങളുള്ളതാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ ഡോൺ ബോസ്കോയില് എനിക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പഠിച്ചവര് അവരെയൊക്കെ കണ്ടാൽ പേരിട്ട് വിളിക്കാൻ പറ്റുമോ? പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഒരുവിധം ആൾക്കാരെയൊക്കെ പറ്റും. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. അങ്ങനെ ഒരാളെ വിളിച്ചോണ്ട് വരട്ടോ? അയ്യോ, അങ്ങനെയുണ്ടോ? അപ്പൊ ഗോപി വളരെ തിരക്കിലാണെന്ന് അറിയുന്നു. എന്തൊക്കെയാ വിശേഷങ്ങൾ ഗോപി? ഗോപി വിചാരിക്കുന്നേ ഇവിടെ ആരെ വിളിച്ചാലും അവർക്ക് എന്തെങ്കിലും ഒരു നമ്പർ. ഗോപി ഇതുപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. അല്ല, അതിന്റെ വല്ല വീഡിയോ എല്ലാം ലഭ്യമാണോ? ഉണ്ടാകാം, ഒരു പക്ഷേ ടൂറൊക്കെ പോകുമ്പോൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഒരു ടീമായിരുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചില വീഡിയോകളൊക്കെ ഉണ്ട്. നമ്മളത് ഇപ്പൊ പുറത്തിറക്കുന്നില്ല, കാര്യം ആ വീഡിയോ ഒന്ന് സെൻസർ ചെയ്യണമെന്ന് തോന്നുന്നു. ആണോ? എന്തായാലും അല്ല, സെൻസർ ചെയ്യേണ്ട ഒരു വീഡിയോ ഇതിലും അല്ല, ഒന്നുമില്ല. ഇത്രയും പറഞ്ഞിട്ട് ആ വീഡിയോ അല്ല, ഇനി എന്തായാലും സാറേ കാണിച്ചേ പറ്റൂ അല്ലേ? അതല്ലേ രസമല്ല. ഈ ഗോപിയുടെ കാര്യത്തിലൊക്കെ സ്മിതി വലിയ വിവരമുള്ളവളെ പോലെ സംസാരിക്കും. എനിക്കറിയില്ല, അത് സ്മിതയ്ക്ക് അറിയാം. നമ്മൾ കാണുന്നതാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, അത് അവിടെ കൊണ്ട് നിർത്തണല്ലേ? ഓക്കെ. ഈ വിജയന്റെ ഈ ഗൂഢസ്മിതത്തിലും കുറെ അർത്ഥങ്ങളുണ്ട്. എന്താ വിജയ? ചോദിച്ചോണ്ട് ചിരിച്ചെന്നേ ഉള്ളൂ. ഓക്കെ.